സൈഡ് സീറ്റ് കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുന്ന നമ്മുടെ കഥാനായിക. ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് 5th ഫ്ലോറിലാണ്. നമ്മുടെ റൂമുള്ളത് 10th ഫ്ലോറിലാണ്. നമുക്ക് വേഗം പോവാം. വേൾഡ് നേരെ കയറി വന്നപ്പോൾ ഇന്ത്യ. ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ മോഡൽ. എന്നെ തിരിയാൻ പറ്റുന്ന ഞങ്ങളുടെ കുടിശ്ശിക്ക് നിങ്ങൾ കാണിച്ചത്. സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ വന്ന നമ്മൾ ലേറ്റ് ആയി കേസ്. സൈഡ് സീറ്റ് കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുന്ന നമ്മുടെ കഥാനായിക. സൈഡ് സീറ്റ് അല്ല, മെട്രോ പോകുന്ന സെയിം ഡയറക്ഷനിലോട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. ആ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ബിൽഡിംഗോ അതോ ഷിപ്പോ? ആ ബിൽഡിംഗ് മാതിരി തന്നെ ഉണ്ട് ഈ ഷിപ്പും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെസ്നാപ്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ്? ഞങ്ങളുടെ ആനിവേഴ്സറി. നാളെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്നത്തോടു കൂടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്, മഹത്തായ ദിവസം കഴിഞ്ഞിട്ട് 365 ദിവസം ഞാൻ സഹിച്ചു. ഇന്നിപ്പോൾ 364 65 എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രാവൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് നോക്കി. പക്ഷേ ഇത് ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ചുള്ള സമയമൊക്കെ ആയതുകൊണ്ട്, ഈസ്റ്റർ ഒക്കെ വേൾഡ് മൊത്തത്തിലുള്ള ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ചാർജും അതുപോലെ തന്നെ നമുക്ക് അക്കോമഡേഷനും എല്ലാം ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമുക്കന്നൊരു ക്രൂയിസിന് പോകുന്നത്. ഇതെപ്പോൾ പോയാലും റേറ്റ് ഏകദേശം വലിയ ഡിഫറൻസ് വരില്ല. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? ഓസ്ലോ. അതെ, നോർവേ എന്ന് പറഞ്ഞ കൺട്രിയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഓസ്ലോ ആയിട്ടാണ് നമുക്ക് ട്രിപ്പ്. അപ്പോൾ 2 ദിവസത്തെ ട്രാവലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇന്ന് മൺഡേ ആണ്. അപ്പോൾ മൺഡേ ഇന്ന് ഈവനിങ് പോയി നാളെ അവിടെ സ്പെൻഡ് ചെയ്ത് കറങ്ങി, അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ തിരിച്ചു വരുന്ന പോലെ നമ്മളത് ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ വിശേഷങ്ങളോട് നോക്കാം. നമ്മുടെ ചെക്കിനൊക്കെ സെൽഫ് സർവീസാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ നേരെ ട്രാവലിലോട്ട്. നമുക്ക് സെൽഫ് സർവീസ് ആയിട്ട് ഇവിടെ ടിക്കറ്റ് അടിച്ചിട്ട് പ്രിന്റ് എടുക്കാം. ഓക്കെ, ഇംഗ്ലീഷ് വേണമല്ലോ. അപ്പം നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് DFDSൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതിൽ ഷോർട്ട് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേനും ബുക്ക് നമ്പർ കാണും. ഓക്കെ, at 2:45. Yeah, the boarding starts 2:45. Okay, this is just the ticket, right? Yeah. Or okay. Thank you. Teacher coaches. നമ്മുടെ ഷിപ്പ് ഗൈസ്. നമ്മൾ കയറുന്നു. ഇതിലെവിടെ വലുത് കറക്റ്റ് ഇവിടെയാണ് വലുത്. നമ്മൾ ഷിപ്പിലെത്തി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എവിടെയാണോ എന്തോ. നമുക്ക് ഇത് ഡെക്ക്, നമ്മുടെ ഏതാ ഡെക്ക് 10 അല്ലേ? യെസ്. രണ്ട് ഓടിപ്പോയിട്ട് ഇഷ്ടമുള്ള റൂം എടുക്കുമോ? മേളിലോട്ടും താഴോട്ടൊക്കെ വഴിയുണ്ടല്ലോ. ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് 5th ഫ്ലോറിലാണ്. നമ്മുടെ റൂമുള്ളത് 10th ഫ്ലോറിലാണ്. നമുക്ക് വേഗം പോവാം. ലിഫ്റ്റിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ തുള്ളിച്ചാടി പോവുകയാണ്. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്. ടൈറ്റാനിക് ഫിലിമിൽ മാത്രമേ ഞാൻ ക്രൂയിസ് കണ്ടിട്ടുള്ളൂ.
നമ്മൾ ഈ കയാക്കും തോണിയൊക്കെ അല്ലേ കയറിയിട്ടുള്ളൂ. ഇതൊരു ക്രൂയിസ് ഫീൽ ഇല്ല, ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയ ഒരു ഫീലേ ഉള്ളൂ. കാരണം ഇത്രയും വലിയ ക്രൂയിസ് മുമ്പ് കണ്ടിട്ടുണ്ടോ? ക്രൂയിസിന്റെ ഫീൽ ഇല്ലാന്ന് പറയാൻ ഇല്ല. എന്നാലും അങ്ങനെ അപമാനിക്കരുത്. 6 ആയിട്ടുള്ളൂ. വരൂ പോവാം. ഇത് നൈസ് ആണല്ലോ. വാവ്, നൈസ്. കം ഓൺ. ഓ, ഇവിടെ മറ്റേ വലിയ റൂംസിന്റെ ലോഞ്ചാ. നൈസ്. ഹൈ വേൾഡ്. നേരെ കയറി വന്നപ്പോ ഇന്ത്യ. യെസ് ഗൈസ്, നമ്മൾ ഇന്ത്യ. യെസ്, നമുക്കിനി കറങ്ങാൻ വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ റൂം അന്വേഷിച്ചു. ഓ, ഇവിടെ നോക്ക്. റെസ്റ്റോറന്റ് അല്ലേ? വാ. യെസ്, നമ്മൾ നേരെ നമ്മുടെ ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. അത് കാരണം ബാഗൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് വരാം. അതെ, ഓക്കെ. കേറിക്കോ. അതിൽ കയറിയ പിന്നെ കറങ്ങി തിരിഞ്ഞ് വരണം മണ്ടന്മാര്. ഓ, ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ മോഡൽ. ഇതാണ് നമ്മുടെ ഷിപ്പ്. ഇതിപ്പോൾ 10 പോയിന്റ്, അതായത് ഡെക്ക് 10-ലെ 206 ആണ്. അപ്പം നമ്മുടെ 213 ആണ്. യെസ്, അപ്പം നമ്മൾ നമ്മുടെ ഡെക്ക് അന്വേഷണം ഇറക്കിയാണ്. ഈ ഏരിയയിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നത്. 211, 210, 212. അപ്പുറത്ത് ഒച്ചമ്പകളൊക്കെ ഉണ്ട്. നിന്ന് തിരിയാൻ പറ്റുന്ന ഞങ്ങളുടെ കുടിസുമുറി ഞങ്ങൾ കാണിച്ചു തരും. ഇതാണ് ഇന്നത്തെ ഷിപ്പിൽ നമ്മുടെ റൂം. ആകെ ഒരു കട്ടിലിട്ടിട്ട് അവിടെ കിടക്കാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. കട്ടിൽ ഇവിടെ എൻഡ് ചെയ്യുന്നു, റൂമും ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പക്ഷെ ടോയ്ലറ്റിൽ കുളിക്കാനും ഷവർ സെപ്പറേറ്റും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. നല്ല വൃത്തിയുണ്ട്, ആരും ഉപയോഗിക്കാത്ത പോലെ ഉണ്ട്. ഹീറ്റർ, ഡ്രയർ, സോറി അത് ഉദ്ദേശിച്ചത്. ബാത്തിങ് സ്പേസ് വേറെ ഉണ്ട്, സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, കൊള്ളാം. അത് അത്യാവശ്യം നല്ല, ഇവിടെ ആരും കുളിച്ചിട്ടില്ല. റൂമിനേക്കാളും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതെ, റൂമിനെക്കാട്ടിലും ഇവിടെ സ്ഥലമുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ രാത്രി ഇവിടെ ഇരുന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ബാത്റൂമും അങ്ങനത്തെ ഇതൊക്കെ അടിപൊളിയാണ്. സ്പേസ് പക്ഷേ ഏറ്റവും ഇത് നമ്മൾ എടുത്തേക്കുന്ന ഏറ്റവും ലോ കോസ്റ്റ് ആണ്, ചീപ്പായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. കാരണം നമുക്ക് റൂം സ്പേഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തന്നെ ഒരുപാട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുടിസുമുറി എടുത്തിട്ട് ചുറ്റും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാണ്. ഒന്ന് പിന്നെ ബാക്കിയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അപ്പം ഇത് ബേസിക് ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള പോലെ തോന്നുന്നു. ഇതേ മിററും കാര്യങ്ങളും ഉണ്ട്, നല്ല ആംബിയൻസ് ഉള്ള ലൈറ്റുകളുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് മൊത്തത്തിൽ. യെസ്, ടി വി ഉണ്ട് ഗൈസ്, ടി വി ഉണ്ട്. നമുക്ക് ചെറിയൊരു ടേബിൾ സ്പേസ് ഉണ്ട്. അതിനകത്ത് എമർജൻസി ഫോൺ ഉണ്ട്, വായിക്കാൻ ബുക്സും കാര്യങ്ങളും ഉണ്ട്. ടി വി ഒക്കെ ഓൺ ആക്കുന്നുണ്ട്. അതിനകത്ത് വല്ല സ്പോർട്സ് ഉണ്ട്. IPL ഉണ്ടോ നോക്ക്, കളിയാണ്. ഓക്കെ, IPL സ്പോർട്സ് ഒക്കെ വെച്ചാൽ ടി വി തന്നെ ഓഫ് ആവും. അങ്ങനെ പ്രത്യേകതരമാണ്. പിന്നെ നമുക്കിത് ബെഡ് ലാമ്പുണ്ട്, അവിടെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പില്ലോയും ബാക്കി അതുപോലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. ടാക്സ് ഫ്രീ ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ അതിൻ്റെ എന്താണെന്ന് ഇത് വായിക്കുമായിരുന്നു, ഈ സാരി. കൊള്ളാം. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു. നമ്മൾ റൂമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു. നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള പോലെ കാണിച്ചു. ഒരു കുഞ്ഞു റൂം, അതിൻ്റെ കൂടെ തന്നെ അടിപൊളിയായിട്ടൊരു ബാത്റൂമും. അങ്ങനെ ഇത് നല്ല അത്യാവശ്യം ചെറിയൊരു ആംബിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല വാം ലൈറ്റ് കാര്യങ്ങളുണ്ട്, നല്ല ബെഡ്, പില്ലോ, അതുപോലെ തന്നെ ടി വി ഉണ്ട്. ചെറിയ സൈഡിലൊരു ചെറിയ ടേബിളും കാര്യങ്ങളും ഉണ്ട്, അഡാപ്റ്റർ, ബെഡ് ലൈറ്റ്, അങ്ങനെ
ഒരു ബേസിക് അത്യാവശ്യം ചീപ്പായിട്ട് എടുത്തതിൽ ഈ ബേസിക് ഫെസിലിറ്റീസ് എല്ലാം കവർ ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പം നമുക്ക് റൂമൊക്കെ സ്റ്റേ ചെയ്യാൻ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അത് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ആ ഒരു സമയത്ത്. പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളും വെക്കണം, അതിന് ഇത് എന്തുകൊണ്ടും സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പം നമ്മളിനി നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെക്കിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണും. ഏകദേശം ഒരു 1 hour കൂടെ കഴിയുമ്പോൾ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും പാർട്ടി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ എൻജോയ് ചെയ്ത് ബാക്കി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ ഡെൻമാർക്കിൽ നിന്ന് നോർവേയിലോട്ട് ഇങ്ങനെ ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്രൂയിസ്. യെസ്, ഉറക്കെ പറഞ്ഞാൽ കേൾക്കും. സമയം ഏകദേശം 8:15. നമ്മള് ക്രൂയിസിന്റെ ഏറ്റവും ടോപ്പ് ഡെക്കിൽ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, അധികം ഇരുട്ടായിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൺറൈസ് കഴിഞ്ഞ് നമ്മുടെ ഒരു സന്ധ്യ മയക്കം പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗി, ചെറിയ തണുപ്പുണ്ട്, നല്ല കാറ്റ്. അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അത് കോർണർ ആയതുകൊണ്ട് ഉള്ള കാറ്റ് മൊത്തം എനിക്ക് അടിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് ബാക്ക് സൈഡിലോട്ട് വരികയാണ്. ഓ, നല്ല തണുപ്പ് കാറ്റ്, കടലിൻ്റെ ഒത്തം നടുക്ക് ഇത്രയും ഹൈറ്റിലിങ്ങനെ നിൽക്കുമ്പോൾ തണുക്കുന്നുണ്ട്. കണ്ടോ, കുറച്ച് മുമ്പ് വന്നപ്പോൾ ഇതെല്ലാം പോയിരുന്നതാണ് ഗൈസ്. ഇവിടെ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും പോയി. ഇത്രയും തണുപ്പായതുകൊണ്ട് ആകെ ഒരാളിത് ബിയറടിച്ച് ഓഫായിട്ടിരിക്കുന്ന, അല്ലാണ്ട് ഇവിടെ ആരുമില്ല. കുറച്ച് മുമ്പ് ഈവനിങ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ നിറച്ച് തിരക്കായിരുന്നു. താഴെ പാർട്ടിയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ച് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഒരു റൗണ്ട് കൂടെ അടിച്ച് നോക്കാം. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പിള്ളേർ ഇവിടെ പൂളിൽ ചാടുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോഴത്തേ കടൽ തൊട്ടെടുത്താട്ടോ. 2 പിള്ളേർ വരുന്നുണ്ട് ഗേസ്. കപ്പ് ഗേസ്, പൂളുണ്ട് ഗേസ്, പൂളിലിരിക്കണം ഗേസ്. നമ്മുടെ ഷിപ്പിന്റെ ബാക്ക് സൈഡ്. നമ്മുടെ കപ്പലിന്റെ ബാക്കിലാണ് ഒന്ന് നിൽക്കുന്നത്. കണ്ടോ, നമ്മുടെ കപ്പല് പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തേ, ടൈറ്റാനിക്കിലെ ജാക്കിനെ പോലെ, റോസിനെ പോലെ കടലിൽ തുപ്പിക്കളിക്കുകയാണ് ഗൈസ്, കടലിൽ തുപ്പിക്കളിക്കുകയാണ്. യെസ്, ഇതെനിക്കൊരു കുരിശായിരുന്നു. അല്ല, 365 ദിവസത്തിന്റെ കുരിശ് ഇന്ന് കഴിഞ്ഞല്ലോ. നാളെ ഞാൻ ഡൈവേഴ്സ് ആണ് ഗൈസ്. 1 വർഷം കഴിയുമ്പോൾ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹായ് ഹായ് ഹായ്. അപ്പൊ നമ്മൾ എത്ര ദൂരെ നിന്നാ വരുന്നതെന്ന് ഇതിനകത്ത് തന്നെ അറിയാനുണ്ട്. Very much. This next song is a classic.
സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ വന്ന നമ്മൾ ലേറ്റ് ആയിപ്പോയി ഗൈസ്. ഹായ്. നമ്മൾ എവിടെ എത്തിയാവോ? ഇന്നലെ അനിയത്തി വിളിച്ചു എവിടെ എത്തി? ആപ്പിൽ നോക്കിയിട്ട് പറയാട്ടോ, കടലിൽ നടുക്കാണെന്ന്. ഹായ്. എവിടെ എത്തി നമ്മള്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഏതോ ഒരു ജംഗ്ഷൻ. ഏത് ജംഗ്ഷൻ? മഴ പെയ്തിട്ട് ഇവിടെ ഒന്നും തൊടാൻ പറ്റില്ല. തണുത്ത് കിടക്കണോ? മഴയായിരിക്കില്ല, മഞ്ഞ് പോലെ ആയിരിക്കും. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ കരയൊക്കെ കാണാൻ പറ്റും. അവിടെ കര കാണാം ഗൈസ്. അവിടെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഐലൻഡാണ്, ചെറിയൊരു ഒറ്റ കെട്ടിടം ഉള്ളൊരു. പിന്നെ ഇതേതൊരു കരയാണ്, അതിൻ്റെ ഫുൾ അപ്പുറത്തോട്ടും അതെ. ഇത് അങ്ങൊക്കെ അവിടെ ലെയർ പോലെ കാണാം. ഇവിടെ ഏതോ സൈപ്പും മദാമയൊക്കെ നിന്നിട്ട് ആണോ. അതിൽ കൂടി ഇങ്ങനെ നമ്മൾ സൈഡിലോട്ട് വന്നാൽ ദേ സൂര്യൻ ഉദിച്ച് കുറച്ചൊക്കെ മേളിൽ വന്നു. ഇവിടെ സമയം 7 മണി കഴിഞ്ഞു. ഇന്നലെ പെയ്ത മഴയുടെ അല്ലെങ്കിൽ രാത്രിയിൽ മഞ്ഞ് വീണേൻ്റെ അതൊന്ന് കുറേ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്നത് നോർവേ ആണ്. നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ രണ്ട് സൈഡിലും നോർവേയുടെ ഭാഗങ്ങൾ ചെറുതായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ അതിൻ്റെ ഒരു ഇടുക്കിലോട്ട് കയറി എന്ന് പറയാം. അങ്ങനെ നമുക്ക് കുറച്ച് രണ്ട് സൈഡ് നോർവേ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഓസ്ലോയിലോട്ട് ചെല്ലുന്നത്. ഒരാളവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൽ ഇങ്ങനെ ദൂരെ നോക്കിയാൽ അങ്ങ് അകലൊരു ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങ് അതിലൊരു ഷിപ്പ് കാണുന്നു. 2 ഷിപ്പുണ്ടെന്നോ, അതിൻ്റെ അപ്പുറത്തൊരു ഷിപ്പുണ്ട്. നമ്മുടെ പുറകെ വേറൊരു ഷിപ്പ് വരുന്നുണ്ട്. ഷിപ്പും സ്പീഡ് ബോട്ടും എന്തൊക്കെയോ വരുന്നുണ്ട്. നമ്മൾ ഷിപ്പിൽ ഓൾമോസ്റ്റ് നോർവേയുടെ പോർട്ടിലെത്താറായപ്പോൾ നോർവേയുടെ മിലിറ്ററി നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നു. മിലിറ്ററി ബോട്ട് നമ്മുടെ മിലിറ്ററി ബോട്ടിങ്ങനെ സൈഡിൽ വരുന്നുണ്ട്. നമ്മുടെ പുറകിൽ വേറൊരു ഷിപ്പ് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു കടലിടുക്കി കൂടി എന്നുള്ള പോലെ പോകുന്നത്. 2 സൈഡിലും നോർവേയുടെ തന്നെയാണ്. ആ സൈഡിലും അതെ ഇല്ലേ. നമ്മളൊരു ഇടുക്കി കൂടെ നമ്മുടെ പോർട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ നോർവേയുടെ മണ്ണിൽ ക്യാപിറ്റൽ സിറ്റി ഓസ്ലോയിൽ കാലുകുത്തിയിരിക്കുന്നു. നമ്മൾ വന്ന ഷിപ്പ് ഇതാണ് ഗൈസ്. നമ്മൾ വന്ന ഷിപ്പ് പാർക്ക് ചെയ്യുന്നു.